ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ഏഷ്യൻ പെയിന്റ്. ഏഷ്യൻ പെയിന്റ് ഇന്ന് 3.2% ഉയർന്ന് 3000 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 2.87 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 52.6, ഡിവിഡൻഡ് ഈൽഡ് 1.1%. ഏഷ്യൻ പെയിന്റ് അതിൻ്റെ എല്ലാ പെയിന്റ് പ്രൊഡക്റ്റുകൾക്കും 0.7 മുതൽ 1% വരെ വില വർദ്ധിപ്പിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഏഷ്യൻ പെയിന്റ് എന്ന സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിച്ചത്. ഏഷ്യൻ പെയിന്റ് മാത്രമല്ല, ബർജർ പെയിന്റും അതിൻ്റെ പെയിന്റ് പ്രൊഡക്റ്റുകൾക്ക് 0.7 മുതൽ 1% വരെ വില വർദ്ധിപ്പിച്ചു. ഇവിടെ പെയിൻറ്റ് കമ്പനികൾക്ക് മുകളിലുള്ള ഇൻപുട്ട് കോസ്റ്റ് ഇൻഫ്ലേഷൻ പെയിൻറ്റ് കമ്പനികൾ വളരെ സക്സസ്സായി കൺസ്യൂമേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇത് പെയിൻറ്റ് സ്റ്റോക്കുകളെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും ഏഷ്യൻ പെയിൻറ്റിനെ സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു വർഷമായി ബ്രന്റ് ക്രൂഡിൻ്റെ വില ഡിക്ലൈൻ ട്രെൻഡിൽ തുടരുന്നതും പെയിൻറ്റ് കമ്പനികളുടെ ഇൻപുട്ട് മെറ്റീരിയൽസിൻ്റെ കോസ്റ്റിനെ കുറയ്ക്കുന്നതിനും കമ്പനികളുടെ പ്രോഫിറ്റ് മാർജിൻ ഉയർത്തുന്നതിനും പിന്നിൽ പ്രധാന കാരണമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ ഏഷ്യൻ പെയിൻറ്റിൻ്റെ ഡെക്കറേറ്റീവ് പെയിൻറ്റ് ബിസിനസ്സിൽ കമ്പനി 10% വളർച്ച കൈവരിക്കുകയും 1275 കോടി രൂപയുടെ പ്രോഫിറ്റ് നേടുകയും ചെയ്തു. 8731 കോടി രൂപയുടെ റവന്യൂ ആണ് മാർച്ച് ക്വാർട്ടറിൽ ഏഷ്യൻ പെയിൻറ്റ് നേടിയത്. ക്വാർട്ടർലി റിസൾട്ടിന് മുന്നോടിയായും അല്ലെങ്കിൽ ക്വാർട്ടർലി റിസൾട്ട് പശ്ചാത്തലത്തിലും ഏഷ്യൻ പെയിൻറ്റ് എന്ന സ്റ്റോക്കിനെ നമുക്ക് ഫോക്കസ് ചെയ്യാം. ഏഷ്യൻ പെയിൻറ്റിന് പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ ഷെയർഖാൻ ബൈ എന്ന റേറ്റിംഗും 3385 രൂപയുടെ ടാർഗറ്റ് നൽകി. prudent capacity expansion, sustained innovation, backward integration, improving customer experience എന്നിവ പരിഗണിച്ചാണ് ഏഷ്യൻ പെയിൻറ്റിന് ഷെയർഖാൻ എന്ന ബ്രോക്കേജ് ഏജൻസി ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. ഏഷ്യൻ പെയിൻറ്റിൻ്റെ ഇൻഹൗസ് മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി 18.5 ലക്ഷം കിലോ ലിറ്റർ പെർ ആനത്തിൽ നിന്നും 26.7 ലക്ഷം കിലോ ലിറ്റർ പെർ ആനമായി ഉയരുകയും ചെയ്തു. ഏഷ്യൻ പെയിൻറ്റിനെ സംബന്ധിച്ചിടത്തോളം 3000 ഒരു സപ്പോർട്ട് പ്രൈസ് തന്നെയാണ്. സപ്പോർട്ട് പ്രൈസിനടുത്ത് സ്റ്റോക്ക് ലഭിക്കുന്നു. ഇവിടെ നിന്നും 3250, 3500, 3600 പോലുള്ള ടാർഗറ്റ് ഏഷ്യൻ പെയിൻറ്റിൽ എയിം ചെയ്യാം. രണ്ടാമത്തെ സ്റ്റോക്ക് IRCTC, ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ, സെൻറ്റർ ഫോർ റെയിൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്നീ 3 കമ്പനികൾ ചേർന്ന് വൺ ഇന്ത്യ വൺ ടിക്കറ്റ് എന്ന പേരിൽ ഒരു ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തു എന്നുള്ളതാണ് IRCTCയെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ഇവിടെ IRCTC ഉപയോഗിച്ച് അല്ലെങ്കിൽ IRCTCയുടെ ആപ്പ് വഴി ഇനി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ്റെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. മുമ്പ് ഏത് ദിവസമാണോ മെട്രോയിൽ സഞ്ചരിക്കുന്നത് അതിന് അന്നത്തെ ദിവസം തന്നെയായിരുന്നു ടിക്കറ്റ് എടുക്കേണ്ടത്. ഇപ്പോൾ അതിന് പകരം സാധാരണ റെയിൽ ടിക്കറ്റ് പോലെ തന്നെ 120 ദിവസം മുമ്പേ തന്നെ മെട്രോയുടെ റെയിൽ അല്ലെങ്കിൽ മെട്രോ റെയിൽ ടിക്കറ്റും നമ്മൾക്ക് ബുക്ക് ചെയ്യാം എന്നുള്ളതാണ് വൺ ഇന്ത്യ വൺ ടിക്കറ്റ് എന്ന ഇനിഷ്യേറ്റീവിൻ്റെ പ്രധാന ഗുണം. ഇതിൻ്റെ ഇമ്പാക്റ്റ് IRCTC എന്ന സ്റ്റോക്കിന് ലഭിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇനി മുതൽ മെട്രോ ടിക്കറ്റും IRCTC ആപ്പ് വഴി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതുവഴി IRCTCയുടെ കമ്മീഷനും അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം റവന്യൂവും ഉയരാൻ സാധ്യതയുണ്ട്. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ IRCTC എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. സ്റ്റോക്ക് ഇപ്പോൾ 1000 രൂപയുടെ സപ്പോർട്ടിലും 1050 രൂപയുടെ റെസിസ്റ്റൻസിനും ഇടയിൽ കഴിഞ്ഞ 5 ആഴ്ചയായി കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. 1050, 1060 എന്ന റെസിസ്റ്റൻസ് മറികടക്കുകയാണെങ്കിൽ സ്റ്റോക്ക് 1100, ഇവൻ 1150, 1200 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. എന്നാൽ 1000 അല്ലെങ്കിൽ 990 രൂപയുടെ സപ്പോർട്ട് നഷ്ടമായാൽ സ്റ്റോക്ക് ചിലപ്പോൾ 900 വരെ ഇടിയാനും സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്